ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല വൈകിവേളയിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആ കർത്താവിനെ പാടി ആരാധിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ മഹിമ കണ്ട സാക്ഷികളായിരിക്കുവാനും ഒരവസരം കൂടെ ഒരുക്കപ്പെട്ട നല്ല കൃപയ്ക്കായി നമുക്ക് ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ നല്ല കർത്താവിനെ ഒരു നിമിഷം കൂടെ സ്തുതിച്ചാട്ടെ. അധരങ്ങളെ തുറന്ന് നല്ല കർത്താവിനെ അന്യഭാഷകളിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. സ്തുതികളിൽ വസിക്കുന്ന നല്ല കർത്താവിനെ, ആരാധനകളിൽ വസിക്കുന്നവനെ, സ്തുതികളിൽ വസിക്കുന്നവനെ ഈ വൈകിവേളയിലും സഭ ഒരുമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. റാധിയ ഷഖറദരെ ഷന്ധാരകന ധീബൽ ഭൗഡ ഷന്ധൂർഗന യേശുവിൻ നാമത്തിൽ സ്തുതിക്കുമ്പോൾ കാരാഗ്രഹങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഇന്ന് ഈ വൈകിവേളയിൽ തകരുവാനായി തുടങ്ങും. പൗലോസും സ്തോത്രം ശീലാസും കാരാഗ്രഹത്തിനകത്ത് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകിയതുപോലെ ഇന്ന് രാത്രി ചില കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ സർവശക്തനായ ദൈവം ഇളക്കുവാൻ റാധിയ ഷഖറത്തിനെ പുറത്തു വരുവാൻ കഴിയാതെ നീണ്ട വർഷങ്ങളായി നെടുനാളുകളായി ബന്ധിച്ചൊതുക്കിയ ചില കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് അകത്തും പുറത്തും ചിലർ പുറത്തു വരുവാൻ തക്കവേണം. സ്തുതി ഉയരട്ടെ, സ്തോത്രം ഉയരട്ടെ. യേശുവിൻ നാമത്തിൽ ശത്രു കെട്ടി ഉയർത്തിയ കോട്ടകത്തുളകൾ തകർത്തുകൊണ്ട് റാധിയ ഷഖ റദരെ ഷന്ധാരകന പുതിയൊരു തലമുറ പുറത്തു വരുവാൻ, രാജ്യങ്ങളെ അവകാശമാക്കുന്ന, ദേശങ്ങളെ കീഴടക്കുന്ന, പട്ടണങ്ങളെ പിടിച്ചെടുക്കുന്ന പുതിയൊരു തലമുറ സ്തുതിക്കുന്നവരിൽ നിന്ന് ആഹ്ലാദിയനായ ഷഖ റദരെ ഷന്ധാരകന യേശുവിൻ നാമത്തിൽ സ്തുതിക്കുന്നവരിൽ നിന്ന്, സ്തോത്രം ചെയ്യുന്നവരിൽ നിന്ന്, ദേശത്തെ പിടിച്ചടക്കുന്ന, പട്ടണങ്ങളെ കീഴ്പ്പെടുത്തുന്ന, പൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് കളയുന്ന, വ്യാപരിക്കുന്ന സ്തോത്രം ദേശാന്തരീയ വ്യാപാര പോരുകളോട് എതിർത്ത് നിൽക്കുന്ന പുതിയൊരു തലമുറ, പുതിയൊരു തലമുറ, സ്തുതിക്കുന്ന തലമുറ, ആരാധിക്കുന്ന തലമുറ, സ്തുതിക്കുന്ന തലമുറ, ആരാധിക്കുന്ന തലമുറ. സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ നല്ല വൈകിവേളയിൽ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്ന കർത്താവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ നാമം മാത്രം ഈ നല്ല വൈകിവേളയിലും ഞങ്ങളുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയുടെ പ്രതീക്ഷയോടെ ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ആ കർത്താവിൻ്റെ സന്നിധിയിൽ അവനെ മഹത്വപ്പെടുത്തുവാനും അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി മാറുവാനും ഈ വൈകിവേളയിലും കടന്നു വന്നായിരിക്കുന്നു നിങ്ങളെ നല്ല കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പറയുവാൻ മടിയില്ല, നമ്മെ അനുഗ്രഹിക്കുവാൻ മനസ്സുള്ള ഒരുവന്റെ അടുക്കൽ നാം ഈ വൈകിയ വേളയിൽ ആയിരിക്കുന്നു. അതെ, നിശ്ചയമായും അവൻ നമ്മെ അനുഗ്രഹിച്ചല്ലാതെ വിടത്തില്ല. ഒരു നിമിഷം ആ ദൈവത്തോട് വിളിച്ചു പറയാമോ? യേശുവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഇതിനകത്തു നിന്ന് എന്നെ അയക്കരുതേ. ആമേൻ. ഞാൻ പ്രതീക്ഷിച്ച് കാത്ത് ഞാൻ കടന്നു വന്നത് തന്നിട്ടല്ലാതെ നീ എന്നെ അയക്കരുതേ. വെറും കൈയോടെ നീ എന്നെ അയക്കരുതേ. മനസ്സും അടുത്ത് കടന്നു പോകുവാൻ നീ എന്നെ അനുവദിക്കരുതേ. എൻ്റെ ഭാരങ്ങളെ ഈ വൈകിയ വേളയിൽ നീ ചുമക്കണമേ. എൻ്റെ ഉത്കണ്ഠകൾ മാറണമേ അപ്പാ. എൻ്റെ ആകുലതകൾ ഇന്ന് മാറണമേ കർത്താവേ. രോഗസൗഖ്യം ഞാൻ അനുഭവിക്കണമേ അപ്പാ. അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചിട്ടല്ലാതെ യേശുവേ എന്നെ ഇതിനകത്ത് നിന്ന് അയക്കരുതേ. ആരൊക്കെ നിലവിളിക്കുന്നുവോ, നിലവിളി കേട്ട് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നിലവിളിക്ക് പിന്നിലെ കാരണത്തെ ഇന്ന് ഈ രാത്രിയിൽ കർത്താവ് എടുത്തു മാറ്റും. ആമേൻ, സ്തോത്രം. കരയുന്നവരായി നിലവിളിക്കുന്നവരായി കടന്നു വന്ന പ്രിയരെ, ആ നിലവിളിയുടെ കാരണത്തെ കർത്താവ് നിശ്ചയമായും എടുത്തു മാറ്റും. അല്പസമയ വചന ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. 143 സങ്കീർത്തനം, അതിൻ്റെ 10 വാക്യം. സങ്കീർത്തനം 143:10. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്ത് എന്നെ നടത്തുമാറാകട്ടെ. ഒരു നിമിഷം കൂടെ തലകൾ വണങ്ങാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ വൈകിയ വേളയിലും ഞങ്ങൾ അനുഭവിക്കുന്ന, ഞങ്ങളുടെ മേൽ പകരപ്പെടുന്ന വലിയ ആത്മസാന്നിധ്യത്തിനായി, ആത്മപകർച്ചയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ പാടിയപ്പോൾ, ഞങ്ങൾ ആരാധിച്ചപ്പോൾ, ഞങ്ങൾ സ്തുതിച്ചപ്പോൾ സ്വർഗം തുറന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ സ്തോത്രം മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്ന് ഗോവേണി ഈ സ്തോത്രം ഓഡിറ്റോറിയത്തിനകത്തേക്ക് ഇറങ്ങി വന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ദൂതന്മാർ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. വ്യക്തികൾ മാറുവാൻ, ദേശം മാറുവാൻ ഈ രാത്രി വചനത്തിലൂടെ സ്വർഗമങ്ങ് ഇടപെട്ടാട്ടെ. കടന്നു വന്നതുപോലെ മടങ്ങിപ്പോകുന്ന ഒരാൾ പോലും ഇതിനകത്തുണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ വലിയ
ആത്മസാന്നിധ്യം ഈ ജനത്തിന് മേൽ പകരണമേ അപ്പ. ഇതിനകത്ത് ഞങ്ങളായിരിക്കുമ്പോഴും പുറത്ത് ആത്മസാന്നിധ്യം അനുഭവിക്കേണ്ടവരുണ്ട്. അവർ ആത്മസാന്നിധ്യം അനുഭവിക്കട്ടെ. ദേശം ആത്മസാന്നിധ്യം അനുഭവിക്കട്ടെ കർത്താവേ. ഈ ബിൽഡിങ്ങിൽ ആ ആത്മസാന്നിധ്യം ചലിക്കട്ടെ. ആമേൻ യേശുവേ. അങ്ങയുടെ നാമമഹത്വത്തിനായി ഈ നല്ല വൈകിയ വേളയെ അങ്ങ് പ്രയോജനപ്പെടുത്തിയാട്ടെ. അടിയനും അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം മാത്രം ഈ രാത്രിയിലും നിറവേറട്ടെ. സങ്കീർത്തനം 143:10 നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്ത് എന്നെ നടത്തുമാറാകട്ടെ. ഒരു ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മാനുഷികമായി ഒത്തിരി നടന്ന് വഴിതെറ്റി വഴിയിൽ പരാജയപ്പെട്ട് തളർന്ന് വീണുപോയ നിങ്ങളെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തുവാൻ പോകുന്നു. അതെ, എന്നെ കേൾക്കുന്ന സഭയെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്തുവാൻ പോകുന്നു. സഹോദര സഹോദരി, നീ തെറ്റിപ്പോയിടത്തു നിന്ന് ശരിയായ വഴിയിലേക്ക് എൻ്റെ കർത്താവ് നിന്നെ നടത്തുവാൻ പോകുന്നു. നീ തളർന്നു പോയിടത്തു നിന്ന്, നീ പരാജയപ്പെട്ടു പോയിടത്തു നിന്ന്, നീ നഷ്ടപ്പെട്ടു പോയിടത്തു നിന്ന് ശരിയായ വഴിയിലേക്ക്, ശരിയായിടത്തേക്ക്, ശരിയായിടത്തേക്ക്, ജയത്തിലേക്ക്. ഓ താങ്കിലോട് യേശുവിൻ നാമത്തിൽ. പരാജയ ഭാരം പേറിയായിരിക്കുന്ന സഹോദരി, നിന്നോട് നീ ജയത്തിലേക്ക് നടക്കുവാൻ പോകുക. നിന്റെ പരാജയത്തെ എൻ്റെ കർത്താവ് ഇന്ന് ജയമാക്കി മാറ്റുവാൻ പോകുക. ആ പരാജയത്തിന്റെ വഴികൾ ഇനി നിനക്ക് മുൻപിലില്ല. അതേ, നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ തളർത്തി കളയുന്ന പരാജയത്തിന്റെ വഴികൾ ഇനി നിനക്ക് മുൻപിലല്ല. അതേ, ജയത്തിലേക്ക്, ജയത്തിലേക്ക് നീ വീണുപോയ സ്ഥാനത്തു നിന്ന് എൻ്റെ ദൈവം കരം പിടിച്ച് നടത്തുവാൻ പോകുക. വീണുപോയ നിന്റെ വരുമാന മേഖലയിൽ നിന്ന്, വീണുപോയ നിന്റെ സ്തോത്രം നന്മയുടെ അനുഭവങ്ങളിൽ നിന്ന് അതേ നന്മയിലേക്ക് എൻ്റെ കർത്താവ് നിന്നെ കരം പിടിച്ച് നടത്തുവാൻ പോകുക. നീ എവിടെ പരാജിതനായി, എവിടെ തലകുനിച്ച്, എവിടെ നിരാശയോടെ ആയിരുന്നുവോ, മനുഷ്യനും അതേ പിശാചും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ തല കുനിഞ്ഞു കാണണം. നിന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ, എന്നോട് മാത്രം എന്താണ് പിശാചിന് ഇത്ര കലിപ്പ്? എന്നോട് മാത്രം എന്താണ് മനുഷ്യർക്ക് ഇത്ര കലിപ്പ്? എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ തിരിച്ചറിയാത്തൊരു കാര്യം പിശാച് നിങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത് കൊണ്ട് നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ, സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത് കൊണ്ട് നിശ്ചയമായും നിങ്ങളുടെ ജീവിതം മാറും. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തോടൊപ്പമായിരിക്കുന്നു, അതുകൊണ്ട് നിശ്ചയമായും എൻ്റെ ജീവിതം മാറും, നിശ്ചയമായും എൻ്റെ അവസ്ഥ മാറും, നിശ്ചയമായും ഞാൻ ഇന്ന് അനുഭവിക്കുന്ന കണ്ണുനീർ നീങ്ങിപ്പോകും, നിശ്ചയമായും ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വേദന, ഓ റീധാര ശഖ റദരെ ശന്ധാരകർ യേശുവിൻ നാമത്തിൽ ചിലരുടെ വേദനകൾക്ക് ഇന്ന് രാത്രി സർവശക്തനായ ദൈവം പരിഹാരം വരുത്തുകയാ. താങ്ക് യു ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ. ആമേൻ. നമ്മൾ അറിയാത്തത്, ആമേൻ, നമുക്കൊപ്പമായിരിക്കുന്നവരറിയാത്തത്, നമ്മെ അറിയുന്നവർ അറിയാത്തത് അറിയുന്ന ഒരുവനുണ്ട്, പിശാച്. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ സ്തോത്രം നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുള്ളതായിരിക്കും, എങ്കിലും സന്തോഷത്തോടെ ഒരിക്കൽ കൂടി പറയട്ടെ, ഇന്ന് ആ ദൂത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും, ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, സ്തോത്രം. ഒരിക്കൽ, ആമേൻ, സ്തോത്രം, പിശാച് ആ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു പോവുകയുണ്ടായി. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നുപോയ പിശാച് ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് അവന്റെ ജീവിതത്തിൽ കഷ്ടത പെരുക്കുവാനായിട്ട് ആരംഭിച്ചു. അവന്റെ നന്മകളെ നശിപ്പിക്കുവാനായി തുടങ്ങി, അവന്റെ അനുഗ്രഹങ്ങളെ നശിപ്പിക്കുവാനായി തുടങ്ങി, അവന്റെ തലമുറകളെ തകർത്തു, അവന്റെ കുടുംബത്തെ തകർത്തു, അവനെ ഒറ്റയ്ക്കാക്കി. കൂട്ടുകാരും സ്നേഹിതരും എല്ലാം അവനെ കുറ്റം പറഞ്ഞു, പരിഹസിച്ചു. ആ വ്യക്തിയുടെ പേര്, പരിഹസിക്കപ്പെട്ട വ്യക്തിയുടെ പേര്, കളിയാക്കപ്പെട്ട വ്യക്തിയുടെ പേര്, ഒറ്റയ്ക്കായി തീർന്ന വ്യക്തിയുടെ പേര് ഇയ്യോബ് എന്നത്രേ. ആമേൻ. ഇയ്യോബ് നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, ദോഷം വിട്ടകന്നവനാണ്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ആമേൻ. അത്രമാത്രം ഭക്തനായ, അത്രമാത്രം നിഷ്കളങ്കനായ, അത്രമാത്രം നേരുള്ളവനായ ഇയ്യോബിന്റെ അടുക്കൽ, അല്ലെങ്കിൽ ഇയ്യോബിനെ കയ്യിൽ കിട്ടുവാൻ വേണ്ടി, ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാക്കുവാൻ വേണ്ടി എന്തിനാണ് പിശാച് സ്തോത്രം സ്വർഗത്തിൽ കടന്നുപോയത്? നിങ്ങൾ ചോദിക്കണം. പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങൾ ചോദിക്കണം, എന്തിനാണ് ഭക്തനായ ഇയ്യോബിന്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കുവാൻ പിശാച് കടന്നുപോയത്? ലോകത്തിൽ ലോകപ്രകാരം ജീവിക്കുന്ന ദുഷ്ട മനുഷ്യരുണ്ടല്ലോ, പാപം ചെയ്യുന്നവരുണ്ടല്ലോ, കൊള്ളരുതാത്തവരുണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടി വാദിക്കുവാൻ, അവരെ തകർക്കുവാൻ എന്തുകൊണ്ട് പിശാച് നിന്നില്ല? നീതിമാനായ ഇയ്യോബിന് വേണ്ടി, അല്ലെങ്കിൽ ഇയ്യോബിനെ തകർക്കുവാൻ വേണ്ടി പിശാച് ദൈവത്തിന്റെ അടുക്കൽ കടന്നുപോയി. നിങ്ങൾ ചോദിച്ചാൽ ദൈവം ഉത്തരം തരും. ഞാൻ അവനെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുവാൻ പോകുന്നു എന്ന് പിശാച് തിരിച്ചറിഞ്ഞു. ആമേൻ. ദൈവം ഉത്തരം പറയും. അവന്റെ അതിർ ഞാൻ വിശാലമാക്കുവാൻ പോകുന്നു എന്ന് പിശാച് തിരിച്ചറിഞ്ഞു. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, പിശാച് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവം നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാൻ പോകുന്നു, നിന്നെ വിശാലപ്പെടുത്തുവാൻ പോകുന്നു, നിന്റെ ഞെരുക്കത്തിന്റെ അനുഭവങ്ങളെ മാറ്റുവാൻ പോകുന്നു. നീ ചടഞ്ഞു കൂടിയായിരിക്കുന്ന
ഒതുങ്ങിയായിരിക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ പോകുന്നു എന്ന് പിശാച് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആമേൻ. പിശാച് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്തോത്രം, ആമേൻ, അതുകൊണ്ട് അവൻ കഷ്ടതകളുമായി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ആർക്കുമില്ലാത്ത കഷ്ടത, ആർക്കുമില്ലാത്ത സങ്കടം, ആർക്കുമില്ലാത്ത കണ്ണുനീർ, ആരും അനുഭവിച്ചിട്ടില്ലാത്ത പ്രതികൂലം. അങ്ങനെയെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് വിളിച്ചു പറയൂ, ആരും കണ്ടിട്ടില്ലാത്ത മഹത്വം ഞാൻ കാണും. ആമേൻ. ഹല്ലേലൂയ. ആരും കണ്ടിട്ടില്ലാത്ത മഹത്വം, ആരും ആരും കണ്ടിട്ടില്ലാത്ത, ആരും കടന്നു പോകാത്ത കനൽ വഴികളിലൂടെ നിന്റെ തലമുറ കടന്നു പോകുന്നുണ്ടെങ്കിൽ സഹോദരി കേൾക്ക്. കരയുന്ന ഒരു മാതാവായി, പ്രാർത്ഥിക്കുന്ന ഒരു പിതാവായി ഒപ്പം പലരും ഉണ്ടായിരുന്നിട്ടും അവൾ കനൽ വഴികളിലാണെങ്കിൽ, അവൾ തളർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ കേൾക്ക്, അവൾക്കുള്ള മഹത്വം വലിയത്. നിന്റെ തലമുറകളുടെ മഹത്വം വലിയത്, നിന്റെ കുടുംബത്തിന്റെ മഹത്വം വലിയത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മഹത്വം വലിയതായതുകൊണ്ട് വലിയ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമാറാക്കുന്നു. ദൈവമല്ല പിശാച്. കാരണം പിശാചിനറിയാം, സ്തോത്രം, ആമേൻ, എവിടെയെങ്കിലും നിന്നെ ഒന്ന് പിടിക്കണം, എവിടെയെങ്കിലും നിന്നെ ഒന്ന് ഒതുക്കണം. ആമേൻ. സ്തോത്രം. വേഗത്തിൽ ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആമേൻ. സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങളിൽ വീടുപോകാതെ വീണ് പരാജയപ്പെട്ടു പോയവരെ, വീണ് തകർന്നു പോയവരെ അതേ ജയത്തിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും വീട്ടിൽ പോയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ആ വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ ഹൈലൈറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ ഇഷ്ടം. ആമേൻ. ശ്രദ്ധിക്കണമേ, ആ വാക്യത്തിൽ സ്തോത്രം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ദൈവത്തിന്റെ ഇഷ്ടം, രണ്ടാമത്തെ കാര്യം നേർനിലത്തിലൂടെയുള്ള നടക്കൽ. ആമേൻ. സ്തോത്രം. ഒരു നിമിഷം ഒന്ന് പറഞ്ഞേ. ഒന്ന് ദൈവത്തിന്റെ ഇഷ്ടം, രണ്ട് നേർനിലത്തിലൂടെയുള്ള നടത്തൽ. ആമേൻ. സ്തോത്രം. ഒപ്പം ആത്മാവ് ഭക്തനെ നടത്തിയ ഒരു സാക്ഷ്യവും സമയം അനുവദിച്ചാൽ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഒന്നാമതായി ആ വാക്യത്തിലെ ടോപ്പിക് ഇതാണ്, ദൈവത്തിന്റെ ഇഷ്ടം. ആമേൻ. ശമൂവേൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം 12-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം അവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? നമ്മെ സ്വന്തം ജനമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, അഥവാ ദൈവം ഇഷ്ടപ്പെടുന്നു. ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥനാ മുറിക്കകത്ത് വചനം ധ്യാനിക്കുമ്പോൾ, കണ്ണുനീരോടെ രാത്രികളിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, ആമേൻ, ഞാൻ ഈ നാട്ടിലെ ആരുടെയെങ്കിലും സ്വന്തമെന്നതല്ല, ഞാൻ എൻ്റെ ബന്ധുക്കളുടെ സ്വന്തമെന്നതല്ല, പേര് പെരുമ പ്രശസ്തിയുള്ളവരുടെ സ്വന്തക്കാരൻ എന്നതല്ല, സർവശക്തനായ ദൈവത്തിന്റെ സ്വന്തമാണ് ഞാൻ. ഈ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സ്വന്തമാണ് ഞാൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സ്വന്തമാണ് ഞാൻ. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, ഈ ലോകത്തിലെ ആരുടെയെങ്കിലും സ്വന്തമല്ല. അങ്ങനെ ഒരു സ്വന്തക്കാരൻ, അങ്ങനെ ഒരു ഐഡന്റിറ്റി എനിക്കില്ലല്ലോ. പലരുടെയും വേദന അതാണ്. അങ്ങനെ ഒരു സ്വന്തക്കാരൻ എന്ന ഐഡന്റിറ്റി എനിക്കില്ലല്ലോ, അങ്ങനെ ഒരു സ്വന്തക്കാരൻ എന്ന പേരെനിക്കില്ലല്ലോ, അങ്ങനെ ഒരു സ്വന്തക്കാരൻ എന്ന കരുതൽ എനിക്കില്ലല്ലോ. കേൾക്ക്, ആ കരുതലുകൾ നിന്നു പോകും. ആമേൻ. സ്തോത്രം. അവിധത്തിലുള്ള ചേർത്ത് പിടിക്കലുകൾ മാറിപ്പോകും. അവിധത്തിലുള്ളതെല്ലാം ഈ ലോകത്തിലെല്ലാം മാറിപ്പോകും. എന്നാൽ മാറാത്തത്, മാറ്റമില്ലാത്തത് ദൈവം നിന്നെ സ്വന്തമായി കാണുന്നു. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ദൈവത്തിന്റെ സ്വന്തമാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, നീ ദൈവത്തിന്റെ സ്വന്തമാണ്. അങ്ങനെയെങ്കിൽ നിന്റെ തലമുറകളും ദൈവത്തിന്റെ സ്വന്തം തന്നെ. ആമേൻ. സഹോദരി, നീ ദൈവത്തിന്റെ സ്വന്തമാണ്. അങ്ങനെയെങ്കിൽ നിന്റെ ഭർത്താവും ദൈവത്തിന്റെ സ്വന്തം തന്നെ. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തമാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്തിന്റെ സ്വന്തമാണ്. അതേ, നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം ദൈവം ഏറ്റവും ശ്രേഷ്ഠകരമാക്കി തീർക്കും. ആമേൻ. സ്തോത്രം. ഒരു അപരിചിതനായി, ഒരു സഹായത്തിനായി അപേക്ഷിക്കുന്ന ഒരു അപരിചിതനായി നമ്മെ കാണുവാൻ, ഉൾക്കൊള്ളുവാൻ ദൈവത്തിന് താല്പര്യമില്ല. ആമേൻ. സ്തോത്രം. ലോകത്തിന് അങ്ങനെയാണ്. ആമേൻ. ഒരു പരിധിയിൽ കൂടുതൽ നമ്മളുമായി ബന്ധം സ്ഥാപിക്കുവാൻ ലോകത്തിന് താല്പര്യമില്ല. കാരണം എന്താണ്? ഒരു പരിധിയിൽ കൂടുതൽ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ സഹായങ്ങൾ ചോദിക്കും. ആമേൻ. നമ്മളെ സഹായിക്കേണ്ടി വരും. അത് ലോകത്തിന് ഇഷ്ടമില്ല. ആമേൻ. എന്നാൽ ദൈവം അങ്ങനെ ഒരു അകലം വിട്ട് നമ്മെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. പലരും അകലം വിട്ട് നിർത്തിയിരിക്കുന്നത് കൊണ്ട് വേദനിച്ചായിരിക്കുന്നവരുണ്ട് നിങ്ങളോട്. ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആമേൻ. ആര് നിങ്ങളെ അകലം വിട്ട് നിർത്തിയാലും, ആര് നിങ്ങളെ അല്പം അകലെ, അവിടെ നിന്നാൽ മതി. ആമേൻ. അവിടെ നിന്നാൽ മതി. ഫോൺ വിളിച്ചാൽ സമയത്തിനൊന്നും ആമേൻ കോൾ അറ്റൻഡും ചെയ്യത്തില്ല, റിപ്ലൈയും തരത്തില്ല. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കണം. അപ്പോഴറിയാം അകലം കൂടി വരിക. ആമേൻ. സ്തോത്രം. ചിലർക്കൊക്കെ അകലം കൂടി വരിക. അർത്ഥം, സ്വർഗത്തിലെ ദൈവവുമായിട്ട് നീ ഏറ്റവും അടുത്തിരിക്കുക. കാരണം ദൈവത്തിന് നിന്നെ സ്വന്തമായി കാണുവാനാണ് ഇഷ്ടം. ആമേൻ. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നിങ്ങളെ ദൈവത്തിന് സ്വന്തമായി കാണുവാൻ ഇഷ്ടമാണ്. ഇത് ഏറ്റവും വലിയൊരു പദവിയാണ്. ആമേൻ. നമ്മൾ ദൈവത്തിന്റെ സ്വന്തമാണ്. നമ്മൾ ദൈവത്തിന്റെ സ്വന്തമാണ്. നമ്മൾ ദൈവത്തിന്റെ സ്വന്തമാണ്. ആമേൻ. സ്തോത്രം. പുറത്ത്
വീട്ടിന് മുറ്റത്ത് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന അമ്മമാർ, സ്തോത്രം, എന്തെങ്കിലും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്, സ്തോത്രം, പെട്ടെന്ന് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്നതിനെ അവന് മാതാവോ പിതാവോ വാങ്ങിക്കൊടുത്ത ഒരു പലഹാരത്തെ വേഗത്തിൽ ഒരു കാക്കയ്ക്ക് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുവാൻ കഴിയും. പക്ഷേ അപ്പൻ്റെയോ അമ്മയുടെ കയ്യിലിരിക്കുന്നതിന് ഒരു കാക്കയും തട്ടിപ്പറിച്ചു കൊണ്ട് പോകത്തില്ല. ആമേൻ, ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ അപ്പൻ്റെ പക്കൽ ചിലതുണ്ട്. ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നിന്റെ അപ്പൻ്റെ പക്കൽ ചിലതുണ്ട്. നിനക്ക് വേണ്ടത് നിന്റെ അപ്പൻ്റെ പക്കലുണ്ട്. നിന്റെ ജീവിതം മുൻപോട്ട് പോകുവാൻ വേണ്ടത് എൻ്റെ അപ്പൻ്റെ പക്കലുണ്ട്. നീ സ്വന്തമായതുകൊണ്ട് നിശ്ചയമായിട്ടും അത് നിന്റെ ജീവിതത്തിൽ നൽകി എൻ്റെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നോക്കൂ, വേദപുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും സ്വന്ത ജനമായിരിക്കുന്നതിൻ്റെ പവർ എന്താണ്, അതിൻ്റെ അനുഗ്രഹം എന്താണ്. ഈ ലോകത്തിൽ നിങ്ങൾ പലരുടെയും സ്വന്തമായി ഇരുന്നിട്ടുള്ളവരാണ്, ഇപ്പോഴും ഇരിക്കുന്നവരാണ്, നാളുകളിൽ ഇരിക്കുവാനുള്ളവരാണ്. നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക, ആ പദവികൾ നമുക്ക് തരുന്ന വേദന. ആമേൻ, സ്തോത്രം. ഇന്ന് ഏറ്റവും അധികം നമ്മെ, സ്തോത്രം, നമുക്ക് വേദന സമ്മാനിക്കുന്നത് ഏറ്റവും വാല്യുബിൾ ആയിട്ട് കാണുന്ന പദവികളാണ്. ഒരു അമ്മ എന്ന പദവി ഇന്ന് അനേക സ്ത്രീകൾക്ക് വേദനയായി മാറിയിരിക്കുന്നു. ഒരു അപ്പൻ എന്ന പദവി അനേക പുരുഷന്മാർക്ക് വേദനയായി മാറിയിരിക്കുന്നു. ഒരു ഭർത്താവ് എന്ന പദവി, ഒരു ഭാര്യ എന്ന പദവി, അത് വേദനകൾ നിറഞ്ഞതാണ്. ഈ ലോകത്തിലെ പദവികളൊക്കെ വേദന നിറഞ്ഞതാണ്. ആമേൻ, സ്തോത്രം. എന്നാൽ ദൈവം നമുക്ക് ചില പദവികളെ തരും. ആമേൻ, സ്തോത്രം. വേദനിപ്പിക്കാത്ത വേദനകൾക്ക് അറുതി നൽകുന്ന പദവി. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. സ്വന്തം ജനത്തിന് ദൈവം സ്വാതന്ത്ര്യം നൽകും. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ദൈവത്തിന്റെ സ്വന്തമാണെങ്കിൽ, നീ ദൈവത്തിന്റെ സ്വന്തം ജനമാണെങ്കിൽ ദൈവം നിനക്ക് സ്വാതന്ത്ര്യം നൽകും. ഒരു പിശാചിനും ഒരു മനുഷ്യനും നിന്നെ അടിമയാക്കി വയ്ക്കുവാൻ എൻ്റെ ദൈവം ഇടവരുത്തത്തേയില്ല. അവന്റെ ഇഷ്ടത്തിന്. പലർക്കും ഇഷ്ടങ്ങളുണ്ട്. ആമേൻ, സ്തോത്രം. പലരുടെയും ഇഷ്ടങ്ങൾക്കകത്ത് നീയും നിന്റെ കുടുംബവും ആയിരിക്കണം. ആമേൻ. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരരുത്. പലരുടെയും ഇഷ്ടങ്ങളുടെ അടിമത്വത്തിനകത്ത് അവർ ആലോചിച്ച്, അവർ തീരുമാനിച്ച്, അവർ കെട്ടി ഉയർത്തിയ ആ കൊട്ടകൊത്തളങ്ങൾക്കകത്ത് പുറത്തു വരുവാൻ, വെളിച്ചം കാണുവാൻ, നല്ലൊരു ശ്വാസം ശ്വസിക്കുവാൻ കഴിയാതെ നീ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച് ശത്രു കെട്ടി ഉയർത്തുന്ന അടിമത്വത്തിന്റെ കോട്ടകൊത്തളങ്ങളെ തകർത്ത് സർവശക്തനായ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നീ ദൈവത്തിന്റെ ജനമായത്. മനുഷ്യൻ നിനക്ക് വിരോധമായി കെട്ടി ഉയർത്തുന്ന കോട്ടകൊത്തളങ്ങൾ, പിശാച് നിനക്ക് വിരോധമായി കെട്ടി ഉയർത്തുന്ന ദേശത്തിലെ മന്ത്രവാദികൾ, നിന്റെ കുടുംബം പുറത്തു വരാതെ, നിന്റെ തലമുറകൾ പുറത്തു വരാതെ, നീ നന്മ അനുഭവിക്കാൻ ഇടവരാത്ത വിധത്തിൽ കെട്ടി ഉയർത്തപ്പെടുന്ന കാരാഗ്രഹങ്ങളെ കർത്താവ് ഇന്ന് പൊളിക്ക്. ഓ, സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചില കാരാഗ്രഹങ്ങൾ ഇന്ന് പകലിൽ തകർക്കപ്പെടും. നിന്നെ ദീർഘനാളുകളായി അടിമയാക്കി വെച്ച ആ രോഗമെന്ന കാരാഗ്രഹം, നിന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ചു കളഞ്ഞ, നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കി തീർത്ത, പലരുടെയും മുമ്പിൽ കൈനീട്ടുന്നവളാക്കി തീർത്ത, പലരുടെ മുമ്പിൽ യേശുവിൻ നാമത്തിൽ പലയിടത്തും പലരുടെ മുമ്പിൽ കൈനീട്ടുന്നവളാക്കി, ഒളിച്ച് 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 മാറി നിൽക്കുന്നവളാക്കി നിന്നെ മാറ്റിയ ചില പരാജയത്തിന്, ആ പരാജയത്തിന്റെ കോട്ടകൊത്തളങ്ങളെ തകർത്ത്, ചില പരാജയത്തിന്റെ അടിസ്ഥാനങ്ങളെ സർവശക്തനായ ദൈവം ഇളക്കുക. സ്തുതിക്കുന്ന നിനക്ക് മുമ്പിൽ, ദൈവത്തെ സ്തുതിക്കുന്ന അപ്പന്റെ സ്വന്തമായ നിനക്ക് മുമ്പിൽ, ഓ റിധാര ഷഖ റഥരെ. ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. സ്വന്തം ജനത്തെ അടിമയായിരിക്കുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ ജനത്തോട് ചോദിക്കുക. അവർ പറയും, 430 വർഷം ഞങ്ങൾ അടിമയായിരുന്നു, ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഞങ്ങൾക്ക് നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായി തീർന്നു. എങ്കിലും അവരുടെ നിലവിളി കേട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ആമേൻ. ആ വാക്യത്തിൽ എന്നെ സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ആമേൻ. സ്വാതന്ത്ര്യം നൽകുക മാത്രമല്ല, വിശാലമായ സ്ഥലത്തേക്ക് അവരെ നടത്തും. അഥവാ അവർക്കൊരു വിശാലത നൽകും. മെച്ചപ്പെട്ട അവസ്ഥ നിന്റെ ജീവിതത്തിൽ ദൈവം നൽകി മാനിക്കും. നീ ദൈവത്തിന്റെ സ്വന്തമായതുകൊണ്ട്, ഇന്ന് ഈ വൈകിയ വേളയിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ദൈവത്തിന് സ്വന്തമായതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടും. ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിങ്ങൾ ദൈവത്തിന് സ്വന്തമായതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. നിങ്ങൾ ദൈവത്തിന് സ്വന്തമായതുകൊണ്ട് ഈ ഞെരുക്കം മാറും, വിശാലത വെളിപ്പെടും. വാഗ്ദത്തത്തിലേക്ക്, അടിമത്വത്തിൽ നിന്ന് ഫറവോനും മിസ്രയീമിലെ മന്ത്രവാദികളും ശകുനവാദികളും ക്ഷുദ്ര പ്രയോഗകന്മാരും ആഭിചാരകന്മാരും കഠിന വേലകളാൽ
കൃപയാൽ ഊഴിയ വിചാരകന്മാരെ നിയമിച്ച് തകർക്കുന്ന മന്ത്രിമാരും സ്തോത്രം ഒതുക്കി വെച്ച സ്ഥാനത്ത് നിന്ന് വിശാലതയിലേക്ക് തന്റെ ജനത്തെ കൊണ്ടുവന്ന സർവശക്തനായ ദൈവം ഇന്ന് പകലിലും നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, ആമേൻ, ഒരു വിശാലതയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ ഞെരുക്കത്തിന് അറുതി വരുവാൻ പോകുകയാണ് യേശുവിൻ നാമത്തിൽ. ഈ ഞായറാഴ്ച വൈകുന്നേരം നീ ദൈവസന്നിധിയിലായിരുന്നത് ഞെരുക്കത്തിന്റെ അവസ്ഥയ്ക്ക് അറുതി. നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ ഒതുക്കി കളയുന്ന ഞെരുക്കത്തിന് സ്തോത്രം കർത്താവ് അറുതി വരുത്തുക, വിശാലത നൽകി, മെച്ചപ്പെട്ട അനുഭവം നൽകി, മെച്ചപ്പെട്ട സ്തോത്രം ഭാവി ജീവിതം, മെച്ചപ്പെട്ട നന്മകൾ, മെച്ചപ്പെട്ട ശുശ്രൂഷ. യേശുവിൻ നാമത്തിൽ മെച്ചപ്പെട്ട ശുശ്രൂഷ, മെച്ചപ്പെട്ട ശുശ്രൂഷ, മെച്ചപ്പെട്ട നന്മകൾ, മെച്ചപ്പെട്ട റിസൾട്ട്. യാസ്, മെച്ചപ്പെട്ട റിസൾട്ട്, മെച്ചപ്പെട്ട റിസൾട്ട് യേശുവിൻ നാമത്തിൽ. വിശാലത. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ. ദൈവത്തിന്റെ സ്വന്തം ആയതുകൊണ്ട് വചനം പറയുന്നു, അവരുടെ നിലവിളിയുടെ ശബ്ദം ദൈവം കേട്ടു. ദൈവം നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആരും കേൾക്കുവാനില്ലാതിരുന്ന ദൈവജനമായ ഇസ്രായേലിയുടെ നിലവിളി ദൈവം കേട്ടു. അവർ സ്തോത്രം എങ്ങനെയായിരിക്കും നിലവിളിച്ചത്? ശ്രദ്ധിക്കണമേ, അവർ നിലവിളിച്ചത് വായ് പൊത്തിയിട്ടായിരിക്കും നിലവിളിച്ചത്. കാരണം നിലവിളിയുടെ ശബ്ദം പുറത്ത് കേട്ടാൽ പുറത്തു നിന്ന് ആമേൻ ചാട്ടവാർ കൊണ്ടുള്ള അടി വീഴും. ആമേൻ. ഊഴിയ വിചാരകന്മാർ കൂടുതലായി അവരെ പീഡിപ്പിക്കും. ഫറവോന്റെ ചിന്ത അതാണ്, ഇവർക്ക് അല്പ സ്വാതന്ത്ര്യം കൊടുത്താൽ ഇവർ തലയിൽ കയറും. ആമേൻ. ഇവർക്ക് അല്പം ഒന്ന് ഫ്രീഡം കിട്ടിയാൽ ഇവർ രക്ഷപ്പെടുവാൻ നോക്കും. അതുകൊണ്ട് എത്രത്തോളം ഇവരെ കഷ്ടപ്പെടുത്തുവാൻ കഴിയുമോ, എത്രത്തോളം നിങ്ങളെ കഷ്ടപ്പെടുത്തുവാൻ കഴിയുമോ, എത്രത്തോളം നിങ്ങൾ ഉപദ്രവിക്കുവാൻ കഴിയുമോ, എത്രത്തോളം നിങ്ങളുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുവാൻ കഴിയുമോ, എത്രത്തോളം നിങ്ങളുടെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുവാൻ കഴിയുന്നു മനുഷ്യനും പിശാചും, അത്രത്തോളം വിട്ടുമാറാതെ ഒന്ന് മാറി പ്രതിസന്ധികളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ ദൈവത്തിന്റെ ജനത്തെ പീഡിപ്പിച്ചതുപോലെ വായ് പൊത്തി കരയുക. ആമേൻ, ഹല്ലേലൂയ. പുറത്ത് കാണിക്കാതെ ഉള്ളം കൊണ്ട് കരയുക. ആമേൻ. സഹോദരി, ആരും കാണുന്നില്ലെന്ന് കരുതണ്ട, എന്റെ ദൈവം കാണുന്നുണ്ട്. നിന്റെ കണ്ണുനീർ എന്റെ ദൈവം കാണുന്നുണ്ട്. നിന്റെ കണ്ണുനീർ എന്റെ ദൈവം കാണുന്നുണ്ട്. നിന്റെ നിലവിളിയുടെ ഒച്ച എന്റെ ദൈവം കേൾക്കുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ ആ റൂമിനകത്ത്, ആ ആശുപത്രിക്കകത്ത്, അതെ നീ കടന്നുപോയായിരിക്കുന്ന സ്ഥാനങ്ങൾ, നിന്നിൽ നിന്ന് വീഴുന്ന കണ്ണുനീർ തുള്ളികൾ എന്റെ ദൈവം കാണുന്നുണ്ട്. നിന്റെ നിലവിളിയുടെ ശബ്ദം ഹൃദയത്തിൽ ഒതുക്കി കളയുന്ന, വായിൽ നിന്ന് പുറത്തു വരാതെ ഒതുക്കി കളയുന്ന ഹല്ലേലൂയ. നിന്റെ നിലവിളിയുടെ ശബ്ദം എൻ്റെ ദൈവം കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രി എൻ്റെ ദൈവം ഇറങ്ങി വരിക, നിലവിളിച്ച നിനക്ക് മറുപടി തരുവാൻ. മോശേ മോശേ എന്ന് വിളിച്ച് മുൾപടർപ്പിനെ കത്താതെ കത്തിപ്പിച്ച് ഇറങ്ങി വന്ന ഒരു ദൈവം യേശുവിൻ നാമത്തിൽ ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരിക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഈ രാത്രി നിന്റെ നിലവിളി കേട്ട് എൻ്റെ ദൈവം ഇറങ്ങി വരിക, നിന്റെ അവസ്ഥ മാറ്റുവാൻ. യെസ്, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. നീ വിചാരിച്ചാലും ഇനി പുറത്തു പോകുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ വലിയൊരു സംരക്ഷണം. യെസ്, ഹല്ലേലൂയ. ആത്മാവിന്റെ വലിയൊരു സാന്നിധ്യം. യെസ്, യേശുവിൻ നാമത്തിൽ. നീ വിചാരിച്ചാലും അകന്നു പോകുവാൻ കഴിയാത്ത വിധത്തിൽ വലിയൊരു ദൈവ സാന്നിധ്യം, വലിയൊരു ദൈവ സാന്നിധ്യം. ചില വർഷങ്ങളുടെ കടം ദൈവം വീട്ടുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാരോട് പറയാൻ പറയുക, ചില വർഷങ്ങളുടെ കടം ഈ വൈകിയ വേളയിൽ ദൈവം വീട്ടിക്കൊണ്ടിരിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ. ചില വർഷങ്ങളുടെ കടം, ചില വർഷങ്ങളുടെ കടം. എൻ്റെ ദൈവം കടക്കാരനല്ലാത്തത് കൊണ്ട്, എൻ്റെ ദൈവം കടക്കാരനല്ലാത്തത് കൊണ്ട്, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ലാത്തത് കൊണ്ട് ചില വർഷങ്ങളുടെ കടം, ചില വർഷങ്ങളുടെ ഹല്ലേലൂയ. ആമേൻ. ആരും കേൾക്കുവാനില്ലാത്ത നിന്റെ നിലവിളി നീ ദൈവത്തിന്റെ സ്വന്തമായതുകൊണ്ട് ദൈവം കേൾക്കും, അവൻ ഇറങ്ങി വരും. അവിടെ ഇവനെ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട് പ്രിയരേ. സ്തോത്രം. നിങ്ങൾ ദൈവവചനത്തിനൊപ്പം സഞ്ചരിക്കുവാൻ തുടങ്ങുമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ മാത്രമേ സമയം കാണത്തുള്ളൂ. ആമേൻ, സ്തോത്രം. പലപ്പോഴും സ്തോത്രം, ഞങ്ങൾ വീട്ടിനകത്തായിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ആമേൻ. പ്രാർത്ഥന കഴിഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച് എഴുന്നേൽക്കും. കാരണം ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്ന ഒത്തിരി കാര്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. ആമേൻ, സ്തോത്രം. ആ വാക്യത്തിൽ കാണുവാൻ കഴിയും. ആമേൻ, സ്തോത്രം. നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ഒരു ദൈവം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു പരിധിയിൽ കൂടുതൽ ആർക്കും ഈ സങ്കടമൊന്നും വേണ്ടതേ. സ്തോത്രം. പ്രിയപ്പെട്ട ഭർത്താവ് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ സങ്കടപ്പെട്ട് ഭാര്യ ഇരുന്നാൽ പറയും, നീ കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കും, ശരിയാകത്തില്ല. അത് കുറ്റമല്ല കേട്ടോ, സഹിക്കാൻ പറ്റത്തില്ല. ചില സങ്കടങ്ങൾ മനുഷ്യന് സഹിക്കുവാൻ കഴിയത്തില്ല. ചില വേദനകൾ എത്ര പ്രിയപ്പെട്ടവർക്കും സഹിക്കുവാൻ കഴിയത്തില്ല. സങ്കടങ്ങൾ കാണുവാൻ മനുഷ്യന് പാടാണ്. ആമേൻ, മനുഷ്യന് ബുദ്ധിമുട്ടാണ്.
ശരിയാണ്, ഒരു പരിധി കഴിയുമ്പോൾ അവൻ വിട്ടുമാറിപ്പോകും. എന്നാൽ നിങ്ങളുടെ സങ്കടങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നീ ദൈവത്തിന്റെ സ്വന്തമായതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ സങ്കടം എൻ്റെ ദൈവം കാണുന്നുണ്ട്. ആമേൻ. നിങ്ങളുടെ സങ്കടം എൻ്റെ ദൈവം അറിയുന്നുണ്ട്. നിങ്ങൾ അവൻ്റെ സ്വന്തമായതുകൊണ്ട് ആ സങ്കടത്തിന് എൻ്റെ ദൈവം ഈ വൈകിയ വേളയിൽ പരിഹാരം വരുത്തും. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നോക്കിയേ, നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുന്നത് കൊണ്ട് പിന്നെയും വേദപുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 1:12 വായിക്കുമ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം തൻ്റെ സ്വന്തം ജനത്തെ വർദ്ധിപ്പിച്ചു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. ഒരു നിമിഷം പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. ഇന്നായിരിക്കുന്ന അവസ്ഥ, ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളോടും ചോദിച്ചാൽ അവർ പറയും, മുടിയാനായി ഒരു കഷ്ടം എൻ്റെ ജീവിതത്തിൽ ഇതാ കടന്നു വന്നിരിക്കുന്നു, ഞാൻ നശിക്കാനായി ഒരു കഷ്ടം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നു, ഞാൻ തീർന്നു പോകാനായി എൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടം വന്നു ചേർന്നിരിക്കുന്നു. അങ്ങനെ കഷ്ടതയുടെ മധ്യത്തിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ കേൾക്ക്, ഈ കഷ്ടതയിലും നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. താങ്ക് യു ലോർഡ്. നീ മുടിഞ്ഞു പോകുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ലോകം നിന്നോട് നീ നശിച്ചു പോകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ, ലോകം നിന്നോട് ഇതോടെ എല്ലാം തീർന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ കേൾക്ക്, നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു ഈ രോഗത്തിന്റെ അവസ്ഥയിലും ഈ കടക്കണിയിലും നിന്നെ വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. മനുഷ്യനും പിശാചും ഒരുപോലെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലും നിന്നെ വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. നീ അവന്റെ സ്വന്തമായതുകൊണ്ട് നീ വർധനവ് പ്രാപിക്കും. നീ അവന്റെ സ്വന്തമായതുകൊണ്ട് നിന്റെ തലമുറകൾ വർദ്ധിക്കും, നിന്റെ കുടുംബം വർദ്ധിച്ചു വരും. ആമേൻ. അവസ്ഥ കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. ആമേൻ. സ്തോത്രം. അവസ്ഥ നോക്കി തീരുമാനമെടുക്കുന്നത് ബാങ്കാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ സിവിൽ സ്കോർ നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നത് ബാങ്കാണ്. എന്നാൽ എൻ്റെ ദൈവം അങ്ങനെയല്ല. ഏത് അവസ്ഥയിലും നിങ്ങളെ വർദ്ധിപ്പിക്കുവാൻ, ഏത് സാഹചര്യത്തിലും നിങ്ങളെ വർദ്ധിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഉൽപ്പത്തി പുസ്തകം 26:13 പറയുന്നു, അവൻ വർദ്ധിച്ചു. ആരാണ്? ഈസഹാക്ക് വർദ്ധിച്ചു. തൊട്ടുമുകളിലേക്ക് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഫെലിസ്ത്യൻ എന്ന ശത്രുവിന്റെ ദേശത്ത് വിതച്ച ഇസഹാക്ക് ആ ആണ്ടിൽ 100 മേനി കൊയ്തു. അവന് ദൈവം വർദ്ധിപ്പിച്ചു. നീ ഇന്നായിരിക്കുന്നത് ശത്രുവിന്റെ ദേശത്തായിരിക്കാം. നീ വിതയ്ക്കുന്നത് ശത്രുവിന്റെ മുൻപിലായിരിക്കാം. എല്ലാം ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയി, എല്ലാം ശത്രുവിനാൽ കവരപ്പെട്ടു പോയി, സന്തോഷമൊന്നുമില്ല, നല്ലതൊന്നും അനുഭവിക്കുവാൻ കഴിയുന്നില്ല, വേദനപ്പെട്ടായിരിക്കുന്നുവോ? കേൾക്ക്, നീ വർദ്ധിക്കുവാൻ പോകുക. നിന്റെ ശത്രുവിന്റെ മുൻപിൽ നീ വർദ്ധിക്കുവാൻ പോകുക. നിന്നെ കവരുന്ന ശത്രുവിന് മുമ്പിൽ, നിന്നെ തകർക്കുവാൻ എഴുന്നു നിൽക്കുന്ന, നിന്നെ മുടിച്ചു കളയുവാൻ എഴുന്നു നിൽക്കുന്ന അതേ ശത്രുവിന് മുമ്പിൽ നീ ദൈവത്തിന്റെ സ്വന്തമായതുകൊണ്ട് ആ ശത്രുക്കളുടെ മധ്യത്തിൽ എൻ്റെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. ഓ സ്തോത്രം. ഈസഹാക്കിനെ വർദ്ധിപ്പിച്ച ദൈവം, ഓ റിധാന ശഖ രഥരെ ഷന്ധാരകൻ, യേശുവിൻ നാമത്തിൽ വർദ്ധനവിനായുള്ള അനുഗ്രഹം. ഹല്ലേലൂയ. തലമുറകളിലേക്ക് പകരുന്ന വർദ്ധനവ്, തലമുറകളിലേക്ക് പകരുന്ന വർദ്ധനവ്. ആമേൻ. ഹല്ലേലൂയ. അത് ഇസഹാക്കിൽ തീരത്തില്ല. അത് ഇസഹാക്കിൽ തീരത്തില്ല. അബ്രഹാമിന് ദൈവം നൽകിയ അനുഗ്രഹം അത് ഇസഹാക്കിൽ തീരത്തില്ല, അത് യാക്കോബിൽ തീരത്തില്ല. സ്തോത്രം. അത് 12 ഗോത്രപിതാക്കന്മാരിൽ തീരത്തില്ല. അത് തലമുറ കഴിഞ്ഞ് എണ്ണി ഒതുക്കുവാൻ കഴിയാത്ത വിധത്തിൽ വർദ്ധിച്ചു വരുന്നത് പോലെ. ആമേൻ. യേശുവിൻ നാമത്തിൽ സ്തോത്രം. ശത്രുവിന്റെ ദേശത്തായിരിക്കാം, ശത്രുവിന്റെ കയ്യിലായിരിക്കാം, ശത്രുവിന്റെ പിടിയിലായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവിടെ നിങ്ങളെ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സാഹചര്യം മുഴുവൻ പ്രതികൂലമായിരിക്കാം, അവസ്ഥകളൊന്നും നമുക്ക് അനുകൂലമല്ലായിരിക്കാം, എങ്കിലും നമ്മെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി സ്തോത്രം ദൈവം തൻ്റെ ജനത്തെ വർദ്ധിപ്പിച്ചു? പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, പീഡിപ്പിക്കുന്നവരുടെ മധ്യേ ദൈവത്തിൻ്റെ ജനം വർദ്ധിച്ചു വന്നു. എന്തിനു വേണ്ടി? അവർ വർദ്ധിച്ച് പീഡിപ്പിച്ചവരെ നിലയ്ക്ക് നിർത്തുവാൻ തുടങ്ങി. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ആ ശത്രുവിൻ്റെ മുൻപിൽ എന്തിനാണ് നിന്നെ വർദ്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ ശത്രുവിൻ്റെ മുൻപിൽ എന്തിനാണ് നിന്നെ അനുഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതേ നിനക്ക് വിരോധമായി നിൽക്കുന്നവരുടെ മുൻപിൽ തന്നെ നിന്നെ എന്തിനാണ് മാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്നെ അനുഗ്രഹിച്ചു ദൈവം അവരെ നിലയ്ക്ക് നിർത്തും. ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ റാഥാന ശഖ വിരോധമായി നിൽക്കുന്ന വ്യക്തികളെ, ഭക്തന്മാർക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ മുടിച്ചു കളയുവാനും തകർത്ത് കളയുവാനും എഴുന്നേൽക്കുന്ന വ്യക്തികളെ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്തോത്രം ചെയ്യുവാൻ പറ്റാത്തതും പാടില്ലാത്തതും ഒക്കെയും ചെയ്ത് തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ എഴുന്നേൽക്കുന്ന ചിലരെ നിലയ്ക്ക് നിർത്തുവാൻ തക്കവണ്ണം ഈ പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. നീ ചിലരെ നിലയ്ക്ക് നിർത്തുവാൻ പോകും. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ കൊണ്ട് ദൈവം ചിലരെ നിലയ്ക്ക് നിർത്തിപ്പിക്കുവാൻ പോകുക. ദേശത്തിലെ ചിലരെ എൻ്റെ ദൈവം നിലയ്ക്ക് നിർത്തിപ്പിക്കുവാൻ പോകുക. നിന്റെ കുടുംബത്തിലെ ചിലരെ ദൈവം
ആമേൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് ദൈവം ചിലരെ നിലയ്ക്ക് നിർത്തിപ്പിക്കും. ആമേൻ. നിന്നെ കൊണ്ട് ദൈവം ചിലരെ നിലയ്ക്ക് നിർത്തിപ്പിക്കും. നിന്നെ കൊണ്ട് ചിലരെ ദൈവം നിലയ്ക്ക് നിർത്തിപ്പിക്കും. ഉപദ്രവിക്കുവാൻ കൈയോങ്ങുന്നവരെ സ്തോത്രം. ചിലരെ നിലയ്ക്ക് നിർത്തുന്ന ഒരു അഭിഷേകം പകരപ്പെടുക. ആമേൻ. ഹല്ലേലൂയ. അതിവസാനത്തെ തിരിച്ചറിയുന്നവർ ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. നോക്കൂ, വെറുതെ വർദ്ധിപ്പിക്കും എന്നല്ല, വർധനവിന് ഒരു മാനദണ്ഡമുണ്ട്. എന്താണ് വർധനവിന്റെ മാനദണ്ഡം? അവരെ ഉപദ്രവിക്കും തോറും അവർ വർദ്ധിച്ചു വന്നു. അർത്ഥം, എത്രത്തോളം അവർ ഉപദ്രവിക്കപ്പെട്ടുവോ അത്രത്തോളം അവർ വർദ്ധിക്കപ്പെട്ടു. എത്രത്തോളം അവർ ഉപദ്രവിക്കപ്പെട്ടുവോ അത്രത്തോളം അവർ വർദ്ധിച്ചു. എത്രത്തോളം നീ കരയുന്നുവോ അത്രത്തോളം നീ ചിരിക്കും. ആമേൻ. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്രത്തോളം നീ നിലവിളിക്കുമോ, എത്രത്തോളം നീ വേദനപ്പെടുമോ, എത്രത്തോളം നീ നെഞ്ചുപൊട്ടി കരയുമോ അത്രത്തോളം നിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു യേശുവിൻ നാമത്തിൽ നീ അധികം കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ അധികം സഹിച്ചിട്ടുണ്ടെങ്കിൽ, നീ അധികം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീ അധികം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീ അധികം നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീ അധികം തലകുനിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീ അധികം അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉള്ളത്തിനകത്ത് സ്തോത്രം വേദനയുടെ ഒരു കടലും ഒടുക്കിയിട്ട് പുറമേ ചിരിച്ചിരിക്കുന്നവരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ആമേൻ. പ്രാർത്ഥന ഇതാ, ദൈവമേ ആരും കാണരുതേ, എൻ്റെ ഉള്ളിനകത്ത് സംഭവിക്കുന്ന കാര്യം ആരും കാണരുതേ, എൻ്റെ ടെൻഷൻ ആരും കാണരുതേ, എൻ്റെ ടെൻഷൻ എൻ്റെ ഭർത്താവ് കാണരുതേ, എൻ്റെ ടെൻഷൻ എൻ്റെ വീട്ടുകാർ കാണരുതേ, എൻ്റെ പേടി ആരും കാണരുതേ. സ്തോത്രം. നീ പേടി സ്തോത്രം ഇല്ല എന്ന് അഭിനയിക്കുക. ആമേൻ. സ്തോത്രം. എൻ്റെ കർത്താവ് നിന്റെ ഭയത്തെ കാണുന്നുണ്ട്. ആമേൻ. നിന്റെ ഭയത്തെ എൻ്റെ കർത്താവ് കാണുന്നുണ്ട്. നിന്റെ ഭയത്തെ എൻ്റെ കർത്താവ് കാണുന്നുണ്ട്. ലോകത്തിൽ നിനക്കത് മറച്ചു വയ്ക്കുവാൻ കഴിയും. യെസ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. നിന്റെ ഭർത്താവിനെ മറച്ചു വയ്ക്കുവാൻ കഴിയും. നിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ മറച്ചു വയ്ക്കുവാൻ കഴിയും. കേൾക്ക് സഹോദരി, എൻ്റെ കർത്താവ് കാണുന്നുണ്ട്. നിന്റെ ഭയത്തെ എൻ്റെ കർത്താവ് കാണുന്നുണ്ട്. നിന്നെ വർദ്ധിപ്പിക്കുവാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നോക്കിയേ, സ്വന്തം ജനമായതുകൊണ്ട് വചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 15-9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരുടെ വീഴ്ച പോലും ദൈവം അനുഗ്രഹമാക്കി മാറ്റി. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ വന്ന വീഴ്ച പോലും നോക്കൂ, യാഗത്തിൽ ഒരു വീഴ്ച വന്നു. ആരുടെ ജീവിതത്തിൽ? ആബ്രഹാമിന്റെ ജീവിതത്തിൽ യാഗത്തിൽ ഒരു വീഴ്ച വന്നു. യാഗം പഴയ നിയമത്തിലെ പ്രാർത്ഥനയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, യാഗം പഴയ നിയമത്തിലെ പ്രാർത്ഥനയാണ്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന പുതിയ നിയമത്തിലെ യാഗമാണ്. ആമേൻ. ഒരിക്കൽ കൂടി പറയട്ടെ, യാഗം പഴയ നിയമത്തിലെ പ്രാർത്ഥനയാണ്. യാഗം പഴയ നിയമത്തിലെ പ്രാർത്ഥനയാണ് എങ്കിൽ പുതിയ നിയമത്തിലെ പ്രാർത്ഥന യാഗമാണ്. യാഗത്തിൽ തെറ്റു വന്നാൽ ശിക്ഷിക്കപ്പെടും. നിന്റെ പ്രാർത്ഥനയിൽ തെറ്റു വന്നാൽ, നിന്റെ പ്രാർത്ഥനയിൽ കുറവ് വന്നാൽ ദൈവം അത് ക്ഷമിക്കത്തില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും അത് തിരിച്ചറിയുക. ഒരു ചെറിയ വീഴ്ച പോലും ആബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, ദൈവമേ ഒന്ന് പിളർത്തി വയ്ക്കുവാൻ ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഞാനൊന്ന് മയങ്ങിപ്പോയി, നീ ഒന്ന് മനസ്സിലാക്കുക. ദൈവം പറയും, ആബ്രഹാമേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാടാ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാ. നിന്റെ അപ്പന്റെ കുടുംബത്തിനകത്ത് നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടതാ. നീ അവിടെ എത്തുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. നിന്നിലൂടെ എനിക്ക് ഒരുപാട് കാര്യമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ യാഗത്തിൽ വന്ന പിഴ ഞാൻ ക്ഷമിക്കത്തില്ല. ആമേൻ. യാഗത്തിൽ വരുന്ന പിഴ ദൈവം ക്ഷമിക്കത്തില്ല. യാഗത്തിൽ വരുന്ന കുറവ് ദൈവം ക്ഷമിക്കത്തില്ല. പ്രാർത്ഥനയിൽ വരുന്ന കുറവ്, നിന്റെ വിശുദ്ധ ജീവിതത്തിൽ വരുന്ന കുറവ്, ദൈവവുമായി ചേർന്ന് നിൽക്കുന്നതിൽ ഉണ്ടാകുന്ന കുറവ്, യേശുവിൻ നാമത്തിൽ ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവ് എൻ്റെ ദൈവം കേൾക്കത്തേയില്ല. വീഴ്ചയുടെ ഫലം വചനം പറയുന്നു ശിക്ഷയാണ്. ഉൽപ്പത്തി പുസ്തകം 15-13 പറയുന്നു, അവർ തങ്ങളുടേതല്ലാത്ത ദേശത്ത് തങ്ങളുടേതല്ലാത്തവരെ, തങ്ങളുടെ സ്വന്തമല്ലാത്തവരെ സേവിക്കേണ്ടി വന്നു. അഥവാ അവർ ആർക്കൊക്കെയോ അടിമകളായി തീർന്നു. അവർ വിൽക്കപ്പെട്ടു പോയി. പഴയ നിയമ പ്രവചന ഭാഷ്യത്തിൽ പറഞ്ഞാൽ അവർ വിൽക്കപ്പെട്ടു. പലയിടങ്ങളിൽ നിങ്ങൾ വിൽക്കപ്പെട്ടു പോയി. പലരുടെയും കൈക്കുള്ളിൽ നിങ്ങൾ ആയിപ്പോയി. പലരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കേണ്ട ഗതികേടിൽ ആയിപ്പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുക, സ്തോത്രം, ശിക്ഷ ആമേൻ വന്നിരിക്കുന്നു. ആമേൻ. ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഭാരപ്പെടേണ്ട. ആ അടിമത്വത്തിൽ നിന്ന് സ്തോത്രം ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്ന എന്നെ സ്തോത്രം നിരാശയോടെ ആയിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. 15-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ വാക്യത്തിൽ ആ ശാപത്തെ, ആ സ്തോത്രം ശിക്ഷയെ ദൈവം അനുഗ്രഹമാക്കി മാറ്റി. ആമേൻ. സ്തോത്രം.
അവർ സേവിക്കും. ആമേൻ. അവർ അവിടെ പീഡിപ്പിക്കപ്പെടും, പക്ഷേ അവർ അവിടെ വർദ്ധിച്ചു വരും. ആമേൻ. നീ ദൈവത്തിന്റെ സ്വന്തമായതുകൊണ്ട് 2 അടി തരും, പക്ഷെ നിന്നെ വിട്ടുകളയത്തില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അടി കൊണ്ടിട്ട് ഓടാമെന്ന് ആരും കരുതണ്ട. നിന്നെ അവൻ വിട്ടുകളയത്തില്ല. സ്തോത്രം. ആമേൻ. അടി തരും, പക്ഷെ വിട്ടുകളയത്തില്ല. നിന്നെ അവൻ വർദ്ധിപ്പിക്കും. ആമേൻ. നിന്നെ അവൻ വർദ്ധിപ്പിക്കും. ആമേൻ. ആ ശിക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ പോലും അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതൽ ഏറ്റവും വലുതായിരിക്കുന്നു. ആമേൻ. നോക്കിയേ, 15:14 പറയുന്നു, അവരെ ബഹുസമ്പത്ത് നൽകി ദൈവം അനുഗ്രഹിച്ചു. അവർ ഉപദ്രവിക്കപ്പെട്ട ഇടത്ത്, അവർ കവരപ്പെട്ട ഇടത്ത്, അവർ കൊള്ളയടിക്കപ്പെട്ട ഇടത്ത് ദൈവം അവരെ സമ്പന്നരാക്കി മാറ്റി. ആമേൻ. സമ്പന്നരാക്കി മാറ്റി. ദൈവം അവരെ സമ്പന്നരാക്കി മാറ്റി. ദൂതാണ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ അവസ്ഥ നോക്കണ്ട, നിന്റെ സാഹചര്യം നോക്കണ്ട. നിന്നെ സമ്പന്നനാക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രിയിലും നിനക്കൊപ്പമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഗലീല കടലിന്റെ പൾസറിഞ്ഞ പത്രോസ് പരാജയപ്പെട്ടു പോയേക്കാം, പക്ഷെ യേശു പരാജയപ്പെട്ടു പോയില്ലെങ്കിൽ റാധിയ ഷഖറതരെ ഷന്ധാർഗന യേശുവിൻ നാമത്തിൽ നിന്റെ ദാരിദ്ര്യത്തെ മാറ്റുവാൻ കഴിവുള്ള, നിന്റെ കടബാധ്യതയെ മാറ്റുവാൻ കഴിവുള്ള, നിന്റെ ഇല്ലായ്മയെ മാറ്റുവാൻ കഴിവുള്ള, ശിക്ഷിക്കപ്പെട്ട നിന്റെ ഇല്ലായ്മയെ മാറ്റുവാൻ കഴിവുള്ള, ശിക്ഷയ്ക്ക് വിധേയനായി തീർന്ന ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിയേ, സ്തോത്രം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ സമ്പന്നത കൊള്ളയിലേക്ക്, കൊള്ള ഇട്ട് അവർ സമ്പന്നരായി മാറുകയാണ്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, കൊള്ള അഥവാ വെറും കൈയോടെ മടങ്ങിപ്പോകുവാൻ ഇടവരാത്ത അനുഭവം ഇന്ന് ഈ വൈകിയ വേളയിലും നിങ്ങളോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് തന്നെ പറയുന്നു. ഒരു കൊള്ളയുണ്ട്. നീ വെറും കൈയോടെ മടങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നീണ്ട വർഷങ്ങളുടെ ചാർട്ട് എഴുതി, നീണ്ട വർഷങ്ങളുടെ കാൽക്കുലേഷൻ നടത്തി ചിലത് ചെയ്യുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. തൻ്റെ ഭക്തന് അവൻ ഉറക്കത്തിൽ അത് നൽകുന്നു. ഒരു രാത്രി 430 വർഷത്തെ കഷ്ടത്തിന് അറുതി വരുത്തി 430 വർഷം കവർന്നെടുത്തത് മുഴുവൻ തിരികെ നൽകിയ കർത്താവ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിനക്ക് കഠിനാധ്വാനം കൊണ്ട് ചെയ്തെടുക്കുവാൻ കഴിയാത്തത്, നിന്റെ കഷ്ടപ്പാട് കൊണ്ട് ചെയ്തെടുക്കുവാൻ കഴിയാത്തത്, ഒത്തിരി അധ്വാനിച്ചിട്ട് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തത് ഭക്തന് ഉറക്കത്തിൽ കൊടുക്കുന്നത്. സ്തോത്രം. ഒരു കൊള്ള. ആമേൻ. ഒരു കൊള്ള. നിന്നയ്ക്ക് പരിഹാരം വരുത്തുന്ന ഒരു കൊള്ള, ഞെരുക്കത്തിന് അറുതി വരുത്തുന്ന ഒരു കൊള്ള. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് കർത്താവ് ഒരു കൊള്ളയുടെ അനുഭവം ഒരുക്കുക. യേശുവിൻ നാമത്തിൽ നീ വെറും കൈയോടെ മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഉയരത്തിലേക്ക്, അത്യുന്നതങ്ങളിലേക്ക് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. നിന്നെ വെറും കൈയോടെ എൻ്റെ കർത്താവ് അയക്കത്തില്ല. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ വെറും കൈയോടെ എൻ്റെ കർത്താവ് അയക്കത്തില്ല. ഒരു കൊള്ളയുണ്ട്. വർഷങ്ങളായി നിന്നിൽ നിന്ന് കവരപ്പെട്ടത് തിരിച്ചു വരിക. സഹോദരി, വർഷങ്ങളായി നീ അനുഭവിക്കേണ്ട സന്തോഷം, നിന്റെ കുടുംബത്തിനകത്ത് നീ അനുഭവിക്കേണ്ട സന്തോഷം, നിന്റെ മക്കളിൽ നിന്ന് നീ അനുഭവിക്കേണ്ട സന്തോഷം, നിന്റെ ദേശത്തിൽ നീ അനുഭവിക്കേണ്ട സന്തോഷം, നിന്റെ കുടുംബത്തിൽ നീ അനുഭവിക്കേണ്ട സന്തോഷം. ഒരു കൊള്ളയുണ്ട്. ഒരു കൊള്ളയുണ്ട്. ഒരു കൊള്ളയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നീ വെറും കൈയോടെ മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഉയരത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഈ രാത്രി നീ വെറും കൈയോടെ മടങ്ങുവാൻ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഉയർന്നിരിക്കുന്ന കരങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഉയർന്നിരിക്കുന്ന കരങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. കൊള്ളയുടെ അനുഭവം. ആമേൻ. കൊള്ളയിട്ടപ്പെട്ട, ശൂന്യമാക്കപ്പെട്ട ഈ കരങ്ങളെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ കരങ്ങളിനി ശൂന്യമല്ല. ഈ കരങ്ങളിനി ശൂന്യമല്ല. യേശുവിൻ നാമത്തിൽ ഈ കരങ്ങളിനി ശൂന്യമല്ല. ഇതിനെ നിറയ്ക്കുന്ന ഒരു കർത്താവ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ ഒഴിഞ്ഞ കരത്തെ, നിന്റെ ശൂന്യമായ അടുക്കളയെ, നിന്റെ ശൂന്യമായ പേഴ്സിനെ, സന്തോഷത്തിൽ വന്ന ദാരിദ്ര്യത്തെ, ആമേൻ, സ്തോത്രം, നിന്നിലേക്ക് സ്തോത്രം, നിന്റെ ഉയർത്തപ്പെട്ട കരങ്ങളിലൂടെ ആ സന്തോഷം ഉയരത്തിൽ നിന്ന് വരിക. യേശുവിൻ നാമത്തിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. സ്തോത്രം. ഒരു സമ്പത്ത്, ഒരു സമ്പത്ത്. ആമേൻ. സന്തോഷത്തിൽ ഒരു സമ്പത്ത്. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. ആരും മൗനമായിരിക്കരുത്. നിന്റെ ഒഴിഞ്ഞ കൈ, ആമേൻ, നിന്റെ ഒഴിഞ്ഞ കൈ, നിന്റെ ഒഴിഞ്ഞ പേഴ്സ്, നിന്റെ ശൂന്യമായ മനസ്സ്, ആമേൻ, നല്ലത് ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശൂന്യമായി തീർന്ന മനസ്സിനെ യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അപ്പാ, ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് കരങ്ങളിൽ ഉയർത്തുന്ന കർത്താവേ, വെറും കൈയോടെ മടക്കത്തില്ല എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ ആരാധിക്കുമ്പോൾ, സർവശക്തനെ കൊള്ള കണ്ടുകിട്ടിയതുപോലെ ഒരു രാത്രിയിൽ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ കൊള്ളയിട്ട് അവർ മടങ്ങിയതുപോലെ ഈ രാത്രി അപ്പാ, വർഷങ്ങളായി ഇവരെ കൊള്ളയിട്ടവരെ ഇവർ കൊള്ളയിടട്ടെ. യേശുവിൻ നാമത്തിൽ ഇവരുടെ ഒഴിഞ്ഞ കരങ്ങൾ നിറയട്ടെ കർത്താവേ. ആ ശൂന്യമായ കരങ്ങൾ നിറയട്ടെ കർത്താവേ. ശൂന്യമായ അവസ്ഥകൾ മാറട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ.
Hallelujah. Adhana shakaratri shantur. Hallelujah. കരങ്ങളെ തട്ടി സർവശക്തനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാട്ട്. അനുദിനം തന്നിഴലിൽ മറവിൽ മറച്ചിടും ഞാൻ. അവനെന്റെ സംഗീതവും അവനമ്മനും കോട്ടയും അവനീരാപുരത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവനെന്റെ സംഗീതവും അവനമ്മനും കോട്ടയും അവനീരാപുരത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. എനിക്ക് യേശുവേ കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. എനിക്ക് യേശുവേ കുറവിനിയില്ലതാ. കരങ്ങൾ നിറയപ്പെടുന്ന കൃപയ്ക്കായി മറവിൽ വസിച്ചിടും ഞാൻ. പകയുടെ കെണികളിലോ പകരുന്ന വ്യാധിയിലോ പകലിലും രാവിലും ഞാൻ പകർന്നിടും കൃപമഴവോ. പകയുടെ കെണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും അങ്ങനെ വലിയ സാന്നിധ്യത്തിലായി ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം. ഒഴിഞ്ഞ കൈകൾ മാറുക, ഒഴിഞ്ഞ അനുഭവങ്ങൾ മാറുക, ഒഴിഞ്ഞ ഭവനത്തിന്റെ അനുഭവങ്ങൾ മാറുക. സന്തോഷത്തിൽ വന്ന ഒഴിവ് നികന്നു വരുന്ന സമാധാനത്തിൽ വന്ന ഒഴിവ് നികന്നു വരുന്ന ചില പരാജയങ്ങൾ ജയമായി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാണ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. പരിചയം പലകയുമാ പരമതി പാരിടത്ത് ശരണമവൻ ഈ വൈകിയ വേളയിലും അന്യ ഭാഷകളിൽ സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചാണ്. കരങ്ങൾ നിറയ്ക്കുവാൻ കടന്നു വന്നതുപോലെ അല്ലാതെ ഒഴിഞ്ഞ അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ ഈ രാത്രിയിലും കർത്താവിനെ തൊടുക. ഒരവസ്ഥകൾ മാറുവാൻ അതിന്റെ കരച്ചിൽ നടത്തി വരുവാൻ, നിന്റെ ഒറ്റമുടൽ നടത്തി വരുവാൻ, നിന്റെ തുന്നയായ അനുഭവം മാറിയ ആ ദൈവ സാന്നിധ്യം പകരപ്പെടുന്ന വെറും കൈയോടെ അയക്കാത്തവൻ, വെറും കൈയോടെ മടക്കി അയക്കാത്തവൻ കരകളെ തട്ടി ഭാഷകള് കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു നന്ദി രാജാവേ. അവനീ
അഭിഷേകത്തിന്റെ സാന്നിധ്യം ചില ചങ്ങലകൾ തലമുറയ്ക്ക് വിരോധമായി അവകാശം പറയുന്ന ചിലത് അവകാശം പറയുന്ന ചിലത് കുടുംബത്തിന് വിരോധമായി വൃത്തിവച്ച ചിലത് പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.